ഹായ് കൂട്ടുകാരെ, ഒരു പരമസത്യം പറയട്ടെ. അപ്പോൾ ഇത്ര നാളും പറഞ്ഞത് നുണയാണെന്ന് വിചാരിക്കും. അല്ല, ഇത് അടുത്ത സത്യം. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചത് ഒരു പരിപ്പ് വട ഉണ്ടാക്കാമെന്നുള്ളൊരു ധാരണയിൽ ഞാനെല്ലാം സാധനങ്ങളെല്ലാം ചേർത്ത് പരിപ്പ് വട ഉണ്ടാക്കാൻ അങ്ങോട്ട് ആരംഭിച്ചു. പക്ഷേ ഇതെല്ലാം മിക്സ് ചെയ്ത് എല്ലാം ചേർത്ത് ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചു വന്നപ്പോൾ ഈ പരിവായി. അപ്പോൾ ഇതൊന്നിനും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് അരിപ്പൊടി വാരി കതറി. എന്നിട്ട് അത് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കുറച്ച് പരിപ്പും കൂടി വാരി അതിൻ്റെ മുകളിലിട്ടിട്ട് ഞാൻ അതിന് കൈകളിലിട്ട് ഉണ്ടയാക്കി എടുത്തു. ഉണ്ടയാക്കി എടുത്തിട്ട് അതിനെ ഞാൻ നീളത്തിൽ കയ്യിൽ വെച്ചിട്ട് തന്നെ പരത്തി വെച്ചിട്ട് അതിന് അടിയിൽ ഒരു തുള അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇനി ഇതിനെന്ത് വിളിക്കും? പരിപ്പുവട എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ പരിപ്പ് തുളവട എന്ന് വിളിക്കാം. അപ്പോൾ അതിനെ എണ്ണയിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറച്ചു കൊടുത്തു. ഇതെന്താവും ഇതിൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. കാരണം പണി പാളിയല്ലോ, അത് ഉറപ്പായിട്ടും മനസ്സിലായില്ലേ. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടത് ഞാൻ കഴിച്ചിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിരുന്നു അതിൻ്റെ അകം, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് അകം നല്ല സോഫ്റ്റായിട്ട്. എൻ്റെ വെളിച്ചം ഒന്നില്ലെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരയ്ക്ക് പുറത്ത്, ഈ അവസ്ഥയായിരിക്കുമായിരുന്നു. എന്തായാലും സംഭവം ഈ രീതിയിൽ ഉണ്ടാക്കിയാലും നല്ലത് തന്നെയാണ് കേട്ടോ.